വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ ദൈവജനത്തിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു, എൻ്റെ പാപത്തിൻ്റെ മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ? എൻ്റെ അതിക്രമം നീ ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എൻ്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ദൈവത്തോടുകൂടെ നടന്നവനുമായിരുന്ന ഇയ്യോബ്. അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് തിരുവചനം ഇയ്യോബിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. 800 കോടി ജനമുള്ളതായ ഈ ഭൂഗോളത്തിൽ നിത്യനായ ദൈവം നോക്കുമ്പോൾ നമ്മെ ദോഷം വിട്ടകലുന്നവനും നേരുള്ളവനും സത്യസന്ധയുമായ ഒരു പുരുഷൻ അഥവാ സ്ത്രീ എന്ന് സ്വർഗം എന്നെക്കുറിച്ച് സാക്ഷിക്കണം
എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. മനുഷ്യർ തങ്ങൾ കാണുന്നതിനൊത്തവണ്ണം വിധിക്കും, എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമുക്ക് മനുഷ്യൻ്റെ സാക്ഷ്യം ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മിൽ തെറ്റ് കണ്ടിട്ട്, നമ്മിൽ ഒരു പാപം കണ്ടിട്ട്, കണ്ടോ വിശ്വാസിയായ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഇന്നയാൾ നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാൻ ഒരിക്കലും ഇടവരരുത്. എന്നാൽ നമ്മിൽ തിന്മ അല്പം പോലും ഇല്ലാതിരിക്കെ സകല തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതാണ് ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കണം ഈ സ്വർഗത്തിലെ ദൈവം. യോബ് പറയുകയാണ്, നീ എൻ്റെ കാലടികളെ എണ്ണുന്നു എന്ന്. അപ്പോൾ ഞാൻ ഈ പറയുന്നതായ പ്രസംഗം അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം പോകുന്നതായ ഒരു മാമോദീസ ചടങ്ങ്, ഒരു വിവാഹ ശുശ്രൂഷ, ഒരു മരണ ശുശ്രൂഷ ഉണ്ടല്ലോ. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഞാൻ ഈ പ്രസംഗത്തിന് ശേഷം പിന്നെ അത് കാണുമ്പോഴാണ് ഞാൻ എൻ്റെ കൈകളുടെ ചലനങ്ങൾ, എൻ്റെ ചുണ്ടിൻ്റെ ചലനങ്ങൾ, എൻ്റെ ശരീരഭാഷ എല്ലാം ഞാൻ തന്നെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ യാതൊരു കുറവോ കുറ്റമോ പറയാനില്ലാതിരുന്നതായ യോബ് പറയുകയാണ്, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ നോക്കുമ്പോൾ എൻ്റെ കാലടികളെ എണ്ണിയൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ഒരു വർഷത്തിൽ ശരാശരി 2000 കിലോമീറ്റർ നടക്കുന്നു എന്നാണ് കണക്ക്. ഒരു മനുഷ്യൻ ശരാശരി ആയുസ് ജീവിച്ചിരുന്നാൽ അവൻ 1,20,000 കിലോമീറ്റർ നടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ 3 വട്ടം ചുറ്റി വരാനുള്ളതായ ഒരു സമയം, അതാണ് ഒരു ശരാശരി മനുഷ്യായുസിൽ ഒരു മനുഷ്യൻ നടക്കുന്നതായ സമയം എന്ന് പറയുന്നത്. ഈ ഭൂഗോളത്തെ 3 വട്ടം ചുറ്റി നടക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നമ്മുടെ ഓരോ ചുവടുവയ്പ്പുകൾ, നാം വീട്ടിലൂടെ നടക്കുന്നത്, നടന്ന് വാഹനത്തിൽ കയറുന്നത്, ഓഫീസിലൂടെ നടക്കുന്നത്, എല്ലാം എൻ്റെ കാലടികളെ എണ്ണുന്ന ദൈവം. ഇത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഭക്തനായ ദാവീദ് 139 സങ്കീർത്തനത്തിൽ പറഞ്ഞത്. സ്ഥിരമായി വചനം കേൾക്കുന്നവർ ധാരാളം കേൾക്കുന്ന ഒരു വചനഭാഗമാണത് 139 സങ്കീർത്തനം. എന്നാൽ നാം അതിൻ്റെ ആഴങ്ങളിലേക്കും നാം അതിൻ്റെ ആത്മാവിൻ്റെ ശരിയായ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. സംഗീതക്കാരൻ പറയുകയാണ്, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. 19 സങ്കീർത്തനത്തിൽ സംഗീതക്കാരൻ പ്രാർത്ഥിച്ചു, യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന്. മൈ സ്പോക്കൺ വേർഡ്സ് ആൻഡ് ദി അൺസ്പോക്കൺ തോട്ട്സ്, ഞാൻ പറയുന്ന വാക്കുകളും പറയാത്തതായ എൻ്റെ ചിന്തകളും അതെല്ലാം നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന്. അങ്ങനെ നാം നോക്കുമ്പോഴാണ് ജീവനുള്ള ദൈവം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. യോബ് ഭയത്തോടെ പറയുകയാണ്, നീ ഇങ്ങനെ 1, 2, 3 എന്നിങ്ങനെ ഒരു മനുഷ്യൻ എണ്ണുന്നത് പോലെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വരുന്നതായ തെറ്റുകൾ, അതിക്രമങ്ങൾ സ്വർഗത്തിലെ ദൈവം എണ്ണി വയ്ക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഓർമ്മയുടെ പുസ്തകത്തിൽ. ഇതൊക്കെ പണ്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒരു ചെറിയൊരു നിസ്സാര വലിപ്പമുള്ളതായ ഒരു ചിപ്പിൽ എത്രയോ ബൈറ്റുകൾ ശേഖരിച്ച് വയ്ക്കാൻ ഇന്ന് സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കാലം തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭയത്തോടെ നാം കേൾക്കണം, കർത്താവേ എൻ്റെ കാലടികളെ എണ്ണുന്ന ദൈവം, എന്നെ ഇന്ന് നോക്കുമ്പോൾ നീ എന്നിൽ നോക്കി പ്രസാദിക്കുന്നുവോ? യോബ് പറയുകയാണ്, യു നോട്ടീസ്
എവരി മിസ്റ്റേക്ക് ഐ മേക്ക്. ഞാൻ ചെയ്യുന്ന ഓരോ തെറ്റുകളും നീ അത് നോട്ടീസ് ചെയ്ത് വെക്കുന്നു, നീ നോട്ട് ചെയ്യുന്നു, നിൻ്റെ പുസ്തകത്തിൽ അത് നോട്ട് ചെയ്യുന്നു. എന്നിട്ടോ ബണ്ടിൽ ദം ഓൾ ടുഗദർ, എല്ലാം ഒരു ബണ്ടിലായിട്ട് കെട്ടുകെട്ടായിട്ട് മാറ്റിവെക്കുന്നു. പണ്ട് 500 GB ഹാർഡ് ഡിസ്ക് ആദ്യമേ ഇറങ്ങിയത്, പിന്നെ അത് 1 TB ആയി, 2 TB ആയി. ഇങ്ങനെ ഹാർഡ് ഡിസ്കുകൾ മനുഷ്യൻ്റെ അതിക്രമങ്ങൾ ദൈവം ഇങ്ങനെ എണ്ണി മാറ്റിവെക്കുന്നു എന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യന് തോന്നും, എന്തൊരു ക്രൂരനായ ദൈവം, മനുഷ്യൻ്റെ തെറ്റുകൾ മാത്രം കാണുന്ന ഒരു ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ കാണേണ്ടത് അങ്ങനെയൊരു ക്രൂരനായൊരു മൂർത്തിയായിട്ടല്ല. ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടുമാറ് ഇടവരട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടിയായിരുന്നു. എന്നും വെയിലാറുമ്പോൾ ഏദൻ പർദീസയിലേക്ക് ഇറങ്ങി വന്ന് ആദമിനോടും ഹവ്വയോടും സംസാരിച്ചുകൊണ്ട്, അന്ന് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാമിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഭാവനയാണ്, പക്ഷെ വചനം പറയുന്നു ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ദൈവത്തോട് ഹൃദയം പകരാറുണ്ടോ? ഈ അണ്ടകടാഹത്ത് മെനഞ്ഞ ദൈവം നിങ്ങൾക്ക് ആരാണ്? ഒരു ഞായറാഴ്ച മാത്രം ദൈവാലയത്തിൽ പോകുമ്പോൾ അവിടെ പോയി കുരിശ് വരച്ച് ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ തീരുന്ന ബന്ധമേ ദൈവമായിട്ടുള്ളൂ? സത്യമായും ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പിൽ വചനം പറയുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഞങ്ങളുടെ അനേകരുടെ അനുഭവം അതാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ ലോകത്ത് നല്ല ജോലിയുള്ളത് കൊണ്ടല്ല, പ്രിയപ്പെട്ടവരെ, സന്തോഷകരമായ കുടുംബജീവിതം ഉള്ളത് കൊണ്ടല്ല, മക്കളുള്ളത് കൊണ്ടല്ല, വരുമാന മാർഗങ്ങളുള്ളത് കൊണ്ടല്ല. എൻ്റെ നട്ടിൽ 26 കൊല്ലങ്ങൾക്ക് മുമ്പ് പിണഞ്ഞു പോയപ്പോൾ എനിക്ക് കർത്താവ് സൗഖ്യം തന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല, എല്ലാം സ്വർഗത്തിലെ ദൈവം തന്നതായ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് തകർന്നു പോയൊരു ജീവിതമായിരുന്നു എൻ്റെയും. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത് കടന്നു പോകുമ്പോൾ ഒന്നും ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ഇരട്ട പെങ്ങന്മാർ, അമ്മയ്ക്ക് 36 വയസ്സ്, എനിക്ക് 16 വയസ്സ്, പെങ്ങന്മാർക്ക് 14 വയസ്സ്. എങ്ങനെ മുന്നോട്ട് ജീവിതം? എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കടന്നു പിടിച്ചപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അപ്പ എന്ന് വിളിച്ചു കൊള്ളുവാൻ. പിന്നെ ഒരപ്പൻ തൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം കരുതുമോ, അപ്പൻ തൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഉന്നതമായ പഠനം നൽകും, നല്ല വിവാഹ ആലോചനകൾ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളെ തരും. ജീവിതത്തിൽ രോഗങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധി അത് ചിലപ്പോൾ കുരുക്കായിരിക്കാം, പക്ഷെ ആ കുരുക്കഴിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. മാത്രമോ, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, കൂട്ടായ്മയിലെ സഹോദരങ്ങളുണ്ട്. എന്നാൽ അതിലെല്ലാം എത്രയോ ഉപരിയാണ് ജീവനുള്ള ദൈവവുമായുള്ളതായ ആ സ്നേഹബന്ധം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെടുന്നത്. കർത്താവ് ചില കാര്യങ്ങൾ വരുമ്പോൾ, മകനെ ഞാൻ വേദനിച്ചു പോയല്ലോ എന്ന് നമ്മോട് സംസാരിക്കുന്നത്, നമുക്കത് മനസ്സിലായില്ലെങ്കിൽ സ്നേഹമുള്ള ദൈവമക്കളോട് പറഞ്ഞു തരുന്നത്. ഇതൊരു പിരിയാബന്ധമാണ്. ഒരിക്കലും പിരിയാബന്ധം, ഒരിക്കലും പിരിയാത്തതായ ബന്ധം, മരണത്താൽ മാറാത്ത ബന്ധമാണത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഈ മഹൽ സ്നേഹവുമായി നമുക്കൊരു പിരിയാബന്ധമാണുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോബ് പറയുകയാണ്, നീ എൻ്റെ അകൃത്യങ്ങളെല്ലാം നീ നോക്കി വയ്ക്കുന്നു, എല്ലാം നീ എണ്ണി വയ്ക്കുന്നു, മാത്രമല്ല അതെല്ലാം കൂമ്പാരമായി നീ കൂട്ടിവെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മുടെ പാപങ്ങൾ എണ്ണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ ശിക്ഷിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടിയിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹമില്ല. അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 പത്രോസ് 3:9 പറയും, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നില്ല. നാം മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഒരു 10 കൊല്ലം മുമ്പ്
20 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 30 കൊല്ലം മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോയേനെ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ സൈക്കിൾ ജീപ്പിലേക്ക് ഇടിച്ചു, എൻ്റെ തല വട്ടം പൊട്ടി, ഇന്നും 25 സ്റ്റിച്ചിട്ട പാട് എൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നിത്യ നരക ഗന്ധക തീപ്പൊയ്യിൽ ഞാൻ പോയേനെ. എന്നാൽ കർത്താവ് എനിക്കൊരു മാനസാന്തരം തന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം എന്താണ് എന്ന് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കണ്ടു. എൻ്റെ മനോമണ്ഡലങ്ങളിലേക്ക് ഓർമ്മ വന്നു. ഞാൻ ചെയ്തത്, ഞാൻ മോഷ്ടിച്ചത്, ഞാൻ പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ സംസാരിച്ചത് എല്ലാം എനിക്ക് ഓർമ്മ വന്നു. എല്ലാം ഞാൻ കടലാസിൽ എഴുതി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവയെ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ദൈവത്തോട് ഏറ്റുപറഞ്ഞു. തിരുത്തേണ്ടതുണ്ടായിരുന്നു, മടക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നു, എല്ലാം കൊണ്ടുപോയി മടക്കി കൊടുത്തു. സ്വർഗത്തിലെ ദൈവം എല്ലാം അവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭക്തനായ യോബ് 42-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയും, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്ന്. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ഒന്ന് കണ്ടിട്ട്, ഞാൻ നടന്നു പോകുന്ന വഴികൾ, എൻ്റെ മനോവികാരങ്ങൾ, ചിന്താമണ്ഡലങ്ങൾ സഞ്ചരിച്ച വഴികൾ, ഞാൻ സംസാരിച്ചതായ വാക്കുകൾ, എൻ്റെ കണ്ണുപോയ വഴികൾ, നിങ്ങൾ തിരുവനന്തപുരത്തേക്കോ വയനാടിനോ യാത്ര ചെയ്തപ്പോൾ, നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ, സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ കണ്ണ് സഞ്ചരിച്ച വഴികൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഞ്ചരിച്ച വഴികൾ, നിങ്ങളുടെ വികാരങ്ങൾ സഞ്ചരിച്ച വഴികൾ, അതെല്ലാം ദൈവം കുറിച്ച് വച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുമോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇതെല്ലാം മാറ്റി തരുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ കാലടികൾ അവൻ എണ്ണുന്നവനാണ്, പക്ഷേ അവൻ നമ്മുടെ പാപങ്ങളെ കണക്കെടുന്നവനല്ല. സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മകനെ, നീ നിൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവത്തിന് സ്തോത്രം. നാം കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് വാട്ടർ പ്രൂഫ് എന്ന്, ഇത് വെള്ളം കയറാത്തതെന്ന്. എന്നാൽ നമ്മുടെ ആരുടെ ഹൃദയത്തിൽ എഴുതി വച്ചിട്ടില്ല സിൻ പ്രൂഫ് എന്ന്. പാപം കയറാത്ത ഹൃദയമെന്ന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതി വച്ചിട്ടില്ല. കാരണം മനുഷ്യനാണോ, ജഡത്തിലാണോ ജീവിക്കുന്നത്, മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും പാപത്തിൽ വശംവദരായി പോകാൻ സാധ്യതയുണ്ട്, പ്രലോഭനങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതെല്ലാം മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് കണ്ടെത്തി, വചനം കേൾക്കുമ്പോൾ കണ്ടെത്തിയിട്ട്, ഞാൻ ജീവിക്കുന്നതായി ലോകത്താൽ എന്തെല്ലാം കളങ്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു കണ്ടെത്തുക, തിരുത്തുക. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. 2 തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങൾ എണ്ണുന്നവന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിശ്വസ്തൻ എന്ന് എണ്ണുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മുമ്പേ ദൂഷകനും മുമ്പേ ഉപദ്രവിയുമായിരുന്നു, എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭാഗ്യ പദവിയിലേക്ക് നമുക്ക് കടന്നു വരണ്ടേ? വിശ്വസ്തനെന്ന് ദൈവം എണ്ണുന്നു. അവനൊരു വിശ്വസ്തനായ പുരുഷനാണ്. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ പറയും, വിശ്വസ്തനായ പുരുഷനെ ആര് കണ്ടെത്തുമെന്ന്. 12-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയും, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തതയുള്ളവരില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, ഇന്ന് ആഗ്രഹിക്കാം, കർത്താവേ, ഈ ഭൂമിയിലൊരു മനുഷ്യൻ എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, കുറച്ച് രൂപ ഏൽപ്പിക്കുന്നു, ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഞാൻ അത് പരിപൂർണ വിശ്വസ്തയോടെ ചെയ്യുമെങ്കിൽ നിത്യനായ ദൈവമാണ് എന്നെ വിളിച്ചത്. ആ ദൈവത്തോട് ഞാൻ വിശ്വസ്ത പുരുഷനായി ഇന്നുവരെയും നിന്നുവോ? ഒരു വിശ്വസ്തയായി ഇന്നുവരെയും നിന്നുവോ? ദൈവം തൻ്റെ വചനം എന്നെ ഫലമേൽപ്പിച്ചു. ദൈവം തൻ്റെ സാക്ഷ്യം എന്നെ ഫലമേൽപ്പിച്ചു. ദൈവം ഒരു ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചു. ദൈവം ഒരു കുടുംബം എന്നെ ഫലമേൽപ്പിച്ചു. ദൈവം ഒരു കൂട്ടായ്മ എന്നെ ഫലമേൽപ്പിച്ചു. ദൈവം 2-3 മക്കളെ എന്നെ ഫലമേൽപ്പിച്ചു. കർത്താവേ, ഞാൻ ഇന്നുവരെയും ആ കാര്യങ്ങൾ
ഏറ്റവും വിശ്വസ്തയോടെ പരിപാലിച്ച ഒരു കാര്യവിചാരകനെ പോലെയായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ? പണ്ട് അപ്പോസ്തലൻ കിടക്കുന്നതായ കാലഗ്രഹത്തിലേക്ക് ഒനേസിമോസ് എന്ന് പറയുന്നൊരു കള്ളൻ കടന്നു ചെന്നു. എന്നാൽ കള്ളനായിരുന്ന ചെറുപ്പക്കാരൻ അവൻ മാനസാന്തരപ്പെട്ടു. കൊലോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഒനേസിമോസ് എന്ന വിശ്വസ്തനും, പ്രിയപ്പെട്ടവരെ, ഒരു നാൾ കള്ളനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ്റെ പേരെന്താണ്? വിശ്വസ്തൻ. സ്തോത്രം. നിത്യനായ ദൈവം ഒരു നാൾ നാം കടന്നു ചെല്ലുമ്പോൾ നാം പറയാറില്ലേ, എൻ്റെ ദൈവമേ, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞാൻ കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളതായ ഒരു വിളി എനിക്ക് കേൾക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് എളുപ്പമാണോ? നിസ്സാരമാണോ? നല്ലവനും വിശ്വസ്തനുമായ ഒരു ദാസൻ എന്നുള്ളതായ വിളി എനിക്ക് കേൾക്കണം. ദൈവം എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവേ, ഇന്ന് വരെയും ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, അത് ഏത് കാര്യവുമാകട്ടെ, ആ കാര്യത്തിൽ ഞാനൊരു വിശ്വസ്തയായിരുന്നു പറയാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നോട് വാക്ക് പറയുകയാണ്. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തനായി നിന്നുകൊള്ളാം, ഒരു വിശ്വസ്തയായി നിന്നുകൊള്ളാം. കർത്താവേ, യഹോവേ, രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവം നോക്കുമ്പോൾ, സ്വർഗത്തിൽ നോക്കുമ്പോൾ വിശ്വസ്തന്മാരെ കാണാതെ കിട്ടുന്ന ഈ തലമുറയിൽ, യേശുവേ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കൂട്ടായ്മയിൽ ഞാനൊരാൾ വിശ്വസ്തനായി നിൽക്കും. ദൈവമേ, നീ പറയണം, ഇവൻ വിശ്വസ്തനായ ഒരു പുരുഷനാണ് എന്ന്. അന്ന് ഞാൻ കടന്നു വരുമ്പോൾ എനിക്കൊരു വിളി കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. ദൈവം അങ്ങനെ എണ്ണുന്നവനാണ്. ഒരു കാര്യം കൂടി പറയാം. റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം, ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ദൈവത്തിന് സ്തോത്രം. ഔവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനം കേൾക്കുന്ന ഓരോ ദിവസവും നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ ശുശ്രൂഷ തീരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, പാപം സംബന്ധമായി മരിച്ചൊരു മനുഷ്യൻ, ഞാൻ ഇന്നുവരെയും എനിക്ക് പലപ്പോഴും എൻ്റെ കണ്ണ് പാളിപ്പോകുന്നു, എൻ്റെ ചിന്തകൾ പാളിപ്പോകുന്നു, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പാളിപ്പോകുന്നു. എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ചിലർ മദ്യപാനത്തിൽ ഇന്നും തോൽക്കുന്നവരുണ്ട്, യൂട്യൂബിലെ അഴുക്കിൽ തോൽക്കുന്നവരുണ്ട്, സിനിമയിൽ തോൽക്കുന്നവരുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ അരികിൽ മദ്യക്കുപ്പിയോ അഴുക്ക് സിനിമയോ അന്യ ജഡത്തെയോ എന്തു കൊണ്ടുവന്ന് വച്ചാലും യാതൊരു ചലനവുമില്ലാതെ കിടക്കുന്നത് പോലെ എൻ്റെ മനോവികാരങ്ങൾ, എൻ്റെ മനോമണ്ഡലങ്ങൾ, എൻ്റെ അവയവങ്ങളെല്ലാം പാപം സംബന്ധമായി മരിച്ച ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ഇന്നു മുതൽ എന്നെ തന്നെ എണ്ണണം. അതെന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. നിങ്ങൾ കണ്ണടച്ചോ നോട്ടം വെട്ടിച്ചോ ജയിക്കുകയല്ല. ഒരധ്വാനവുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ ഇരുന്നു കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുന്ന മനോഹരമായൊരവസ്ഥ. ഉള്ളിൽ വ്യക്തമായൊരു ചിന്തയുണ്ട്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും. റോമർക്കെതിരെ ലേഖനം 14-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ അരികിൽ യേശു വന്ന് നിൽക്കുകയാണ്, നമ്മുടെ തൊട്ടടുത്ത് യേശു വന്ന് നിൽക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, മകനെ, പ്രിയ മകളെ, ഈ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് ഭാഗ്യമാണ് എന്ന്?
അഴുക്കും അശുദ്ധിയും അവിശ്വസ്തരും പാപത്തിന്മേൽ മാത്രം ജീവിക്കുന്നതായ മനുഷ്യരുള്ളതായ കുത്തഴിഞ്ഞതായി ഈ തലമുറയിൽ എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്ക് എനിക്ക് കൊടുക്കാൻ വലിയ സമ്പത്തോ മണിമാളികളോ എസ്റ്റേറ്റുകളോ ഒന്നുമില്ല. എന്നാൽ ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ സുവിശേഷൻ്റെ മക്കളിലേക്ക് കൈമാറിയിട്ട് യേശുവിൻ്റെ വേല അവരിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ കർത്താവേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. മാനസാന്തരപ്പെട്ട ഇന്ന് വരെയും 31 കൊല്ലം ജീവിച്ച എനിക്ക് പറയാൻ സാധിക്കും, യേശുവിന് വേണ്ടി ജീവിച്ചതോ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തതോ ഒന്നും എനിക്ക് നഷ്ടമായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം വന്നത് മാത്രമേ എനിക്ക് നഷ്ടമായിട്ടുള്ളൂ. ആകയാൽ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. എന്നിട്ട് പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ഇന്നു മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നെന്ന് എണ്ണുവാൻ ഇതാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ ലോകത്തെ ഏത് രാജ്യത്തും ഏത് ഭവനത്തിലും ഇപ്പോൾ യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ തുപ്പലേറ്റവനാണ്, നിന്നേറ്റവനാണ്. അവൻ്റെ തിരുവിലാവിലൂടെ രക്തം താഴേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ട്. എല്ലാ പാപങ്ങളും കഴുകിത്തരാൻ അവൻ മതിയായവനാണ്. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയുന്നവനാണ് അവൻ. നിങ്ങളുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുന്നവനാണ് അവൻ. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനോട് പറയൂ, യേശുവേ, ഞാനിതാ പാപം സംബന്ധമായി മരിച്ചു എന്നും എൻ്റെ തീരുമാനം ഞാനിതാ പറയുന്നു. ജീവിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി ഇനിയുള്ള കാലം ജീവിക്കും, മരിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി മരിക്കും. യേശുവേ, എൻ്റെ ഈ ആയുഷ്കാലം ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഇത് കർത്താവിനുള്ളത് തന്നെ, ഇത് യേശുവിനുള്ളത് തന്നെ. യേശുവേ, എന്നെ സ്വീകരിക്കണമേ, ഞാനിതാ വരുന്നു. നിൻ്റെ ആ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ അളവറ്റ സ്നേഹം ഞങ്ങളോട് എന്നും വാദിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ നാഥ, ഞങ്ങളുടെ തീരുമാനം അത് വിലയേറിയ തീരുമാനമാണെന്ന് അറിയുന്നു എൻ്റെ കർത്താവേ. ആ തീരുമാനം ഓരോ വ്യക്തിയിലും ഓരോ തലമുറകളിലേക്കും പ്രകമ്പനം കൊണ്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ, മഹത്വത്തോട് മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.